എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാരാഹി ദേവിയുടെ ഒരു പുതിയ മന്ത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുന്നേ ഒരുപാട് പേര് ആവശ്യങ്ങളൊക്കെ ആയിട്ട് കുറേ വീഡിയോസിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല, ബാക്കി എല്ലാവരും പ്രാർത്ഥന കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദേവിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സത്യം, നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദേവിയിൽ വിശ്വാസം അർപ്പിച്ച് അത് കറക്റ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്കത് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. വാരാഹി ദേവി എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷണത്തിൽ ഇങ്ങനെ നമ്മളെ വിടത്തില്ല. വളരെ പവർഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുവരെയും നടക്കാത്ത ഏതൊരു കാര്യമായാലും അതെല്ലാം തന്നെ നിമിഷം ചെയ്തു തരും. അത്രയും പവർഫുള്ളാണ് വാരാഹി ദേവി എന്ന് പറയുന്നത്. വാരാഹി ദേവിയുടെ ആ ഒരു മന്ത്രം എന്ന് പറയുന്ന മന്ത്രശക്തി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്നാണ്. വാരാഹി ദേവിയുടെ വരാഹരൂപം കൊണ്ട് ദൈവമായതുകൊണ്ട് തന്നെയും വളരെ പവർഫുള്ളാണ്. മൃഗരൂപം കൊണ്ട് ദേവികളും ദേവന്മാരും ഒക്കെ പ്രത്യേക പവർഫുള്ളുള്ള വ്യക്തികളാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വിഘ്നവിനായകൻ ഗണപതി ഭഗവാൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഏതൊരു കാര്യത്തിലും ഏർപ്പെടുമ്പോൾ നമ്മൾ ഗണപതി ഭഗവാനെ ഒരു വഴിപാടോ അല്ലെങ്കിൽ ഗണപതി ഹോമോ എന്തെങ്കിലുമായിട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്? തടസ്സം ഉണ്ടാവാതിരിക്കാനാണ്. പക്ഷേ അത് ഒരു തടസ്സവും കൂടാണ്ട് നമുക്കത് നല്ല രീതിയിൽ അത് ചെയ്തു തരും ദൈവം. അത് പറയുന്ന പോലെയാണ് വാരാഹി ദേവിയുടെ കാര്യവും. മൃഗരൂപം പൂണ്ട വരാഹരൂപം പൂണ്ട ദേവിയാണ്. ഭയങ്കര പവർഫുള്ളാണ്. നിദ്രാദേവി ആയതുകൊണ്ട് തന്നെയും രാത്രി ജപിക്കുന്നവർക്കൊക്കെ ഒട്ടനവധി ബെനിഫിറ്റ്സ് കിട്ടും. കൂടുതലും ദേവിയുടെ പ്രാർത്ഥന ഫലിക്കുന്നത് രോഗശമനം, ദാരിദ്ര്യം, അതായത് നമ്മുടെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ നടന്നു കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ഉയർച്ച, അവരുടെ പഠനത്തിലായാലും ശ്രദ്ധക്കുറവ്, അങ്ങനെ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ, ഒരുപാട് പേർക്ക് കുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടാൻ വാരാഹി ദേവിയിലൂടെ ആകും. അപ്പോൾ രാത്രി ജപിക്കേണ്ട മന്ത്രം അല്ലേ, രാത്രി ജപിച്ചാൽ മാത്രമേ ദേവി കേൾക്കുള്ളൂ. ശരിയായ കാര്യം അത് പറഞ്ഞത് ശരിയാണ്. നിദ്രാദേവി എന്നാണ് വാരാഹി ദേവിയുടെ വേറൊരു നമുക്ക് പേരെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നതാണ് വാരാഹി ദേവി. പക്ഷേ വാരാഹി ദേവിയുടെ പ്രാർത്ഥന ജപിച്ചാൽ ഏറ്റവും ഉത്തമം രാത്രി തന്നെയാണ്, അർദ്ധരാത്രി. അതായത് നിങ്ങൾക്ക് 7 മണി തൊട്ട് അത് കഴിഞ്ഞ് 12 മണി വരെ ഏതൊരു സമയവും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ കംഫർട്ട് സോണാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ആ ഒരു ടൈം ഫ്രീ ആയിരിക്കില്ല. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒക്കെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കാം. അപ്പോൾ ചിലപ്പോൾ അത് ടൈം അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അവർക്ക് ഏതാണോ ടൈം കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ടൈമിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരിക്കലും നമ്മൾ സ്വയമേ നമ്മളെ തന്നെ തരം താഴ്ത്തരുത്. അതായത് നമ്മളെപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം. ഏതൊരു കാര്യത്തിനും നമുക്ക് വിജയം കിട്ടും. അത് ഞാൻ പറയാൻ കാര്യം, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിൽ ഒരിക്കലും വരരുത്. നമ്മുടെ കാര്യം, നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, ഒരാളുമല്ല. നമ്മൾ ഒന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ഒന്നിനൊരു എഫേർട്ട് ഇല്ലാതെ നമ്മൾ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരു എടുത്തുചാട്ടം പാടില്ല. എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല. ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില നക്ഷത്രക്കാർ ഭയങ്കര എടുത്തുചാട്ടം ഉണ്ടെന്ന്. അപ്പോൾ എടുത്തുചാട്ടം ഒന്നിനും ഒരു സൊല്യൂഷനല്ല. എടുത്ത് ചാടുന്നതിന് മുന്നേ ഒന്ന് നിങ്ങളുടെ സീനിയേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ, അത്രയും വിശ്വാസമുള്ള ഫ്രണ്ട്സിനോടോ ഒക്കെ ആയിട്ട് സംസാരിച്ച് അത് ഓക്കെ ആണോ എന്ന് ചോദിച്ച ശേഷം മാത്രം ചെയ്യുക. അല്ലാതെ ഒരു എടുത്തുചാട്ടവും പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ എത്തണം എന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും, മനുഷ്യരല്ലേ, എല്ലാവർക്കും ചിന്തകൾ പല വിധമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ബാക്കിയുള്ളവരുടെ പ്രാർത്ഥന കേൾക്കുന്നു, അങ്ങനെയൊന്നും പറയരുത്. നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ് അല്ലേ? അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നതും ദൈവം തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ പോലും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. നമ്മുടെ പാരൻസിനെ നമ്മൾ ഒരിക്കലും ചവിട്ടിത്തേക്കില്ല അല്ലേ? നമ്മൾ അവരെ ദൈവത്തിന് തുല്യം സ്നേഹിക്കുന്നവരാണ് എന്ന് പറയുന്ന പോലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചതുപോലെ ദൈവത്തെ അതേപോലെ നമ്മൾ പാരൻസിനെ കാണുന്ന പോലെ കാണണം.
അത്രയും പവർഫുള്ളാണ് വാരാഹി ദേവിയുടെ ശക്തി എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ആ ഒരാളെ നമുക്കങ്ങനെ മാറ്റിവെക്കാൻ പറ്റില്ല. ദൈവം ദൈവം തന്നെയാണ്. പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രാർത്ഥനാ ഫലം ഉറപ്പായിട്ടും ദേവി കേൾക്കും, അത് പരിഹരിക്കപ്പെടും. അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടുക, പ്രാർത്ഥിക്കുക, നല്ലത് ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വന്നു ചേരും. നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങളും സാധ്യമാകും. അതാണ് വാരാഹി മന്ത്രശക്തി. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന മുന്നേ നമുക്ക് നടത്തിത്തരുന്ന ദേവിയാണ് വാരാഹി ദേവി. അപ്പോൾ ഇന്നത്തെ മന്ത്രം ഏതാണെന്ന് ഞാൻ പറയാം. 21 തവണയാണ് ജപിക്കേണ്ടത്. നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം ഏതാണോ ആ ടൈമിൽ ജപിക്കുക. അതല്ലാത്തവരാണെങ്കിൽ എപ്പോഴും ഉത്തമമായ സമയം രാത്രിയാണ്, രാത്രി ജപിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വിദേശത്തോ ആരെങ്കിലും അടുത്തോ വാരാഹി ദേവി അറിയാത്തവരായിട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ ആ ഒരു സ്ട്രെസ് ആ ഒരു ടൈമിൽ മേ ബി ഈ ഒരു വീഡിയോ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം അല്ലേ. ചില ചിന്തകൾ ഒരു വീഡിയോയിലൂടെ ആ ഒരു ചിന്ത മാറ്റാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഉപകാരപ്പെടും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഒന്ന് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനലിൽ കമൻറ്റ്സ് എഴുതുന്നതും കാണുന്നവരുമായിട്ടുള്ളവരോട് ഒരു റിക്വസ്റ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഏതാ മന്ത്രം എന്ന് പറയാം. ഓം താരുണ്യൈ നമഃ. 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 ഓം താരുണ്യൈ നമഃ.
ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ.
ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ. ഓം താരുണ്യേ നമഃ.